എരമ്പലോടുകൂടി ഭയങ്കര ശബ്ദം ഉണ്ടാകുന്നുണ്ടായിരുന്നു. ആ ശബ്ദം വരുന്ന സമയത്ത് ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ ആ ശബ്ദം കൂടി വരികയും എൻ്റെ വീടിന്റെ മുറ്റത്ത് വെള്ളം ഇരച്ചു കയറി വരികയും ചെയ്തിരുന്നു. ഒന്നും കാണാൻ കഴിയില്ലായിരുന്നു. പലവരും ഒറ്റപ്പെട്ട രീതിയിലായിരുന്നു, ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത രീതി. അങ്ങനെ ഞങ്ങൾ മേലെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടാമത് ഒരെണ്ണം പൊട്ടി. അത് ചെറുതായിരുന്നു. പിന്നെ വീണ്ടും ഒരെണ്ണം കൂടെ പൊട്ടി. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു വീട്ടിൽ, ഉയരത്തിലൊരു വീട്ടിലിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു ഭയങ്കരമായിട്ടൊരു പൊട്ടൽ പൊട്ടി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അടുത്തുള്ള ഒരു പത്മനാഭൻ എന്ന് പറയുന്ന ഒരാളുടെ കാപ്പിത്തോട്ടത്തിന്റെ ആ ഭാഗത്തുള്ള കുന്നിന്റെ ഉയരമുള്ള പ്രദേശത്ത് ഞങ്ങളൊരു 10-60-70 ആൾക്കാർ കൂടി നിൽക്കുകയും അവിടുന്ന് രണ്ടേകാലിനാണ് ലാസ്റ്റത്തെ പിന്നെ ഇത് സംഭവിക്കുന്നത്, ഉരുളുപൊട്ടൽ സംഭവിക്കുന്നത്. ഈ സമയത്ത് ഞങ്ങള് അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി, അവിടുന്ന് ഒരു പത്മനാഭന്റെ വീട്ടിന്റെ അതിലൂടെ ഇറങ്ങി അവിടുന്നാണ് ഞങ്ങൾ രക്ഷപ്പെടുന്നത്.